മഴ കനത്തതോടെ വ്യാപക നാശമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 5 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. മഴക്കെടുതിയും മുന്നൊരുക്കങ്ങളും വിലയിരുത്താൻ റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ കളക്ടർമാരുടെ അവലോകന യോഗം ചേർന്നു. തൃശൂരിൽ പൊരിങ്ങൽകുത്ത് ഡാമും ഇടുക്കിയിലെ കല്ലാർകുട്ടി ഡാമും തുറന്നു. അതിരപ്പള്ളിയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പത്തനംതിട്ട അരയാഞ്ഞിലിമൺ കോസ്വേ വെള്ളത്തിൽ മുങ്ങിയതോടെ പമ്പാ നദിക്ക് അക്കരെയുള്ള 400ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. ഇടുക്കിയിൽ വിവിധയിടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണു. കണ്ണൂർ പയ്യന്നൂർ കാനായി മേഖലയിൽ കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. ഇലക്ട്രിക് ലൈനുകളും പോസ്റ്റുകളും തകർന്നതിനെ തുടർന്ന് വൈദ്യുത ബന്ധം താറുമാറായി. മലപ്പുറം പൊന്നാനിയിൽ കടൽക്ഷോഭവും രൂക്ഷമാണ്. സംസ്ഥാനത്ത് ഇപ്പോൾ മഴ വിതച്ച ദുരിതത്തിന്റെ വ്യാപ്തി എത്രമാത്രമാണ് എന്ന് പ്രേക്ഷകരോട് പറയുന്നതിന് നമുക്കൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് അർച്ചന രവീന്ദ്രൻ, ഒപ്പം പൊന്നാനിയിൽ നിന്ന് മുബഷിർ പി അക്ബർ, പത്തനംതിട്ടയിൽ നിന്ന് പ്രവീൺ പുരുഷോത്തമൻ, കണ്ണൂരിൽ നിന്ന് അർജുൻ കല്യാട്, ഇടുക്കിയിൽ നിന്ന് സന്ദീപ് രാജാക്കാട് എന്നിവർ. നമുക്ക് തലസ്ഥാനത്ത് നിന്ന് തുടങ്ങാം. അർച്ചന രവീന്ദ്രൻ, ഗുഡ് ഈവനിംഗ്. മഴ മുന്നറിയിപ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. മുന്നറിയിപ്പില്ലാതെ പല ദുരന്തങ്ങളും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. അവലോകന യോഗങ്ങൾ എങ്ങനെയാണ്? മഴക്കെടുതി നേരിടാനായിട്ടുള്ള ഒരുക്കങ്ങൾ എങ്ങനെ? അതേ സുജയ, തിരുവനന്തപുരത്തായാലും മഴക്കെടുതി രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇന്ന് അല്പസമയം മുമ്പാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ, കെ രാജൻ റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല യോഗം തന്നെ ചേർന്നിട്ടുണ്ടായിരുന്നത്. 14 ജില്ലകളെയും കളക്ടർമാരെ ഉൾപ്പെടുത്തിയിട്ടാണ് യോഗം ഓൺലൈനായി ചേർന്നത്. യോഗത്തിൽ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അടുത്ത 3 ദിവസം കൂടെ മഴ ശക്തമാകുമെന്നാണ് മന്ത്രി അല്ലെങ്കിൽ യോഗത്തിലൂടെ ഇപ്പോൾ അറിയിച്ചിട്ടുള്ള വിവരം. അടുത്ത 3 ദിവസം മഴ ശക്തമാകും. ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്ന സാഹചര്യം കൊണ്ടാണ് ഇപ്പോൾ അതിശക്തമായ മഴ ലഭിക്കാൻ കാരണം എന്നാണ് ഇപ്പോൾ പറയുന്ന കാര്യവും. ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ മഴ തീവ്രമാവാൻ തന്നെയുള്ള സാഹചര്യം തന്നെയാണ് അടുത്ത 3 ദിവസങ്ങളിലായാലും നമ്മൾ ഇപ്പോൾ കാണുന്നതും. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിൽ വലിയ രീതിയിലുള്ള മഴയാണ് ഈ ഒരു സീസണിൽ ലഭിച്ചതിനേക്കാൾ വലിയ രീതിയിലുള്ള മഴ തന്നെയാണ് കഴിഞ്ഞ 24 മണിക്കൂറിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളതും എന്നും മന്ത്രി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 69.6 മില്ലിമീറ്റർ മഴ ലഭിച്ചു എന്ന കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലെ എടന്നൂരിലാണ് ഇത്തരത്തിൽ കൂടുതൽ മഴ രേഖപ്പെടുത്തിയെന്നും ഇപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുന്നു. എന്തായാലും നമുക്കറിയാം, ഡാമുകൾ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിൽ അപകടകരമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ കാരണം ഡാമുകൾ പലതും ഉയർത്തിയിരുന്നു. പക്ഷേ ഈ ഒരു സമയത്തായാലും വലിയ രീതിയിലുള്ള അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. തുറന്ന ഡാമുകൾ ആവശ്യമായ വെള്ളം മാത്രമേ പോകുന്നുള്ളൂ എന്നും ഇപ്പോൾ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും 9 ജില്ലകളിൽ NDRF ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്. ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിലാണ് ഈ ഒരു NDRF ടീമിനെയും നിയോഗിച്ചിട്ടുള്ളത്. എന്തായാലും അപകടകരമായ രീതിയിലുള്ള മഴ തന്നെയാണ് അടുത്ത മണിക്കൂറുകളും നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയുള്ളത്. അതിനാൽ തന്നെ എല്ലാവരും ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നും മന്ത്രി ഇപ്പോൾ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. 3 ദിവസങ്ങളിൽ എന്തായാലും ശക്തമായ മഴ ലഭിക്കുമെന്ന് തന്നെ പറയുന്നു. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇതിനോടകം തന്നെ നടക്കുന്നുണ്ട്. മഴക്കെടുതിയെ സംബന്ധിച്ചും അല്ലെങ്കിൽ മഴക്കാല പ്രശ്നങ്ങളെ സംബന്ധിച്ചും വലിയ രീതിയിലുള്ള ചർച്ച നടക്കുന്നുണ്ട്. അതൊന്നും തെറ്റായ ചർച്ചകളിലേക്ക് പോകരുത്. അത്തരത്തിൽ വല്ല തെറ്റായ വിവരങ്ങളും ആളുകൾ കൈമാറുന്നുണ്ടെങ്കിൽ കളക്ടറുടെ നേതൃത്വത്തിൽ വലിയൊരു നിർദ്ദേശം തന്നെ നൽകണം. കളക്ടർ ഇതെല്ലാം പരിശോധിക്കണമെന്നും ഇപ്പോൾ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഗൗരവകരമായ ഇടപെടൽ തന്നെ മന്ത്രിയുടെ ഭാഗത്ത് നിന്നായാലും അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്നായാലും ഉണ്ടാകുമെന്നും മന്ത്രി ഇപ്പോൾ ഉറപ്പു നൽകിയിട്ടുണ്ട്. എന്തായാലും തിരുവനന്തപുരത്തായാലും ഇപ്പോൾ വലിയൊരു മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇപ്പോൾ 7 ജില്ലകൾ കഴിഞ്ഞ 1 മണിക്ക് വന്ന അലേർട്ട് പ്രകാരം 7 ജില്ലകൾ തന്നെയാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശരി അർച്ചന, മുന്നറിയിപ്പുകൾ അവഗണിക്കാതിരിക്കുക. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുകയാണ്.